ഏതാണ്ട് 2 ആഴ്ചയിലധികം നീണ്ടുനിന്ന വിദേശയാത്രയ്ക്ക് ശേഷം ശശി തരൂരും 50 എംപിമാരും ഇന്ത്യയിൽ തിരിച്ചെത്തി. ഇന്നലെ മോദി സംഘാംഗങ്ങൾക്ക് വിരുന്നൊരുക്കി. പ്രധാനമന്ത്രിയുടെ വസതിയിലെ ലോണിലായിരുന്നു കൂടിക്കാഴ്ച. 7 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 5 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി ഏതാണ്ട് 50ഓളം പ്രതിനിധികളാണ് 7-അംഗ സംഘത്തിൽ ഉണ്ടായിരുന്നത്. റിട്ടയർ ചെയ്ത ഒരു അംബാസഡറും ഇപ്പോഴത്തെ ഒരു അംബാസഡറും ഉൾപ്പെടെ മറ്റു ചിലരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും ഒരു കൂടിക്കാഴ്ച മോദി ഒരുക്കുന്നു. ഈ 50 പേർ മാത്രമായിരുന്നു ഇന്നലത്തെ വിരുന്നിനുണ്ടായിരുന്നത്. ഇതൊരു അനൌദ്യോഗിക ചടങ്ങായിരുന്നു. പ്രസംഗങ്ങളോ പ്രഭാഷണങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മോദിയും പ്രസംഗിച്ചില്ല, എംപിമാരും പ്രസംഗിച്ചില്ല. ഓരോരുത്തരുടെയും ടേബിളിനടുത്ത് പോയി മോദി ഇരിക്കുന്നു. എല്ലാവരോടും കുശലം അന്വേഷിക്കുന്നു. എല്ലാവരോടും ഒപ്പം ഭക്ഷണം കഴിക്കുന്നതിന് മോദിയും കൂടുന്നു. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു. എല്ലാവരുടെയും വിശേഷങ്ങൾ കേൾക്കുന്നു. സംഘ നേതാക്കൾ കൃത്യമായ ബ്രീഫിംഗ് കൊടുക്കുന്നു. അങ്ങനെ വളരെ വ്യക്തിപരമായി പ്രതിനിധി സംഘങ്ങളെ ചേർത്ത് പിടിച്ചുള്ള ഒരു കൂടിച്ചേരലായിരുന്നു ഇന്നലെ നടന്നത്. വളരെ ഊഷ്മളമായ ഒരു സമീപനമായിരുന്നു മോദിയുടേതെന്ന് എല്ലാ എംപിമാരും രാഷ്ട്രീയ ഭേദമന്യേ പറയുന്നു. ഏറ്റവും കൂടുതൽ മോദി സംസാരിച്ചതും ഏറ്റവും കൂടുതൽ കാതുകൂർപ്പിച്ചു മോദി കേട്ടതും ശശി തരൂരിനായിരുന്നു. ശശി തരൂർ ഒരുപാട് വിശദാംശങ്ങൾ പറഞ്ഞു കൊടുത്തു. കൂടുതൽ സംശയങ്ങൾ ശശി തരൂരിനോട് മോദി ചോദിച്ചുകൊണ്ടിരുന്നു. ഇതൊരു സ്ഥിരം സമിതി പോലെയാക്കും. ഇത്തരം ക്രോസ് പാർട്ടി ഡെലിഗേറ്റ് സംഘങ്ങൾ കൂടെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കണം എന്ന് മോദിയോട് തരൂർ നിർദ്ദേശിക്കുന്നു. ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അംഗീകരിക്കുന്ന തരത്തിൽ മോദി സൂചന നൽകി പ്രസംഗിക്കുന്നു. വളരെ ഊഷ്മളവും തീവ്രവുമായ ഒരു അടുപ്പം മോദിയും തരൂരും തമ്മിലുള്ള വർത്തമാനത്തിൽ വ്യക്തമായിരുന്നു. തരൂരിന്റെ മേൽ മോദിക്ക് ചില പദ്ധതികളുണ്ട് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതായിരുന്നു ഈ കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിരവധി എംപിമാരും സംഘങ്ങളും ഉണ്ടെങ്കിലും മാധ്യമപ്രവർത്തകർ ഓടിയെത്തിയത് തരൂരിനടുത്തേക്കാണ്. മോദി നൽകിയ ഊഷ്മളമായ സ്വീകരണവും മോദിയുടെ നല്ല വൈബുള്ള പെരുമാറ്റവും ഒക്കെ തരൂർ എടുത്തു പറഞ്ഞു. മോദിയും തരൂരും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഊഷ്മളത ഇരുവരുടെയും ശരീരഭാഷയിലൂടെ മാധ്യമങ്ങൾ കാണുകയും അത് സൂചിപ്പിക്കുകയും ചെയ്തു. തരൂരിന്റെ നീക്കം എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ പരക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വർക്കിംഗ് കമ്മിറ്റി അംഗമായ തരൂരിനെ സ്വീകരിക്കാനോ അംഗീകരിക്കാനോ കോൺഗ്രസ് ഇപ്പോഴും വിമുഖത കാട്ടുന്നു. തരൂരിന്റെ പേര് ഔദ്യോഗിക ലിസ്റ്റിൽ നിന്നും വെട്ടുക എന്നതായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം. എന്നാൽ മോദി കാർക്കശ്യത്തോടുകൂടി ആ പേര് ഉൾപ്പെടുത്തുകയും ഒരു സംഘത്തിന്റെ നേതൃത്വം നൽകുകയും ചെയ്തു. തരൂരിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി മോദി കാത്തുവെച്ചിരിക്കുന്ന ചില പദവികളുണ്ടെന്നും ഉത്തരവാദിത്തങ്ങളുണ്ടെന്നും വ്യക്തമാക്കുകയാണത്. കോൺഗ്രസുകാരനായി തുടർന്നുകൊണ്ട് തന്നെ രാജ്യത്തിന് വേണ്ടി മോദി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ശശി തരൂർ. രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്നതിനെ തള്ളിപ്പറയാനോ കുറ്റപ്പെടുത്താനോ കോൺഗ്രസിന് കഴിയില്ല.